കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. അനീഷിനോട് പറഞ്ഞപ്പോൾ അനീഷിന് ഭയങ്കര സന്തോഷം. അവൻ ചോദിക്കണം ഇതൊക്കെ ഇത്ര ആയോ രേണുവേ. പിന്നെ അനീഷിനോട് പറഞ്ഞു ഇത്ര ബോൾഡായിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും നിങ്ങളെ സമ്മതിച്ചു എന്ന് പറഞ്ഞു. ആണല്ലേ? ഓ ആയിക്കോട്ടെ, നമുക്കറിയില്ലല്ലോ. ഞാൻ ആ കൂട്ടത്തിലില്ല. ഞാൻ ലാസ്റ്റാണ് കേട്ടത്. ഞാൻ അവിടെ ചെന്ന് പാട്ടുപാടി ഡാൻസ് കളിച്ച് അനീഷിനോട് ഞാൻ കണ്ണടച്ച് കിടക്കുന്ന പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളെ കൊണ്ട് വേറൊന്നും. ശരിക്കും ഈ സീസൺ രേണുവിന്റെ അനീഷിന്റെ മാറിയിട്ടുണ്ട്. അതാണ് അനീഷ് രേണു അനീഷിന്റെ ഏതെങ്കിലും ഫേമസ് ഡയലോഗ് ഒന്ന് ഓർക്കുന്നുണ്ടോ ബിഗ് ബോസിലെ? സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം കേൾക്കുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഇല്ല, അത് എത്തുമായിരുന്നു. പക്ഷെ ഞാൻ വേണ്ടേ നിൽക്കാം. ഈ പറയുന്ന ആർക്കും നിൽക്കാൻ പറ്റില്ല. ഞാനെന്ന പേഴ്സണ് വേണ്ടി അവിടെ നിൽക്കണം. എനിക്കത് പറ്റൂല. എനിക്കങ്ങനെ ഒരുമാതിരി പ്രഷർ കുക്കർ പോലൊന്നും എനിക്ക് പറ്റൂല. എനിക്ക് ഈ വെളിയിലൊക്കെ ഇറങ്ങണം, ഫോൺ കാണണം, പിള്ളേരെ കാണണം, ഇങ്ങനെയൊക്കെ നിൽക്കണം, ഷൂട്ട് ചെയ്യണം, ആൽബം ചെയ്യണം. PR-നെ പറ്റി എനിക്കൊരു അഭിപ്രായമില്ല. കാരണം എനിക്കറിയില്ല. കൊടുക്കുന്നവർ കൊടുക്കട്ടെ, ഇല്ലാത്തവരില്ല. എനിക്ക് ഇല്ലില്ല, കൊടുത്തിട്ടില്ല. അറിയില്ലല്ലോ, അറിയില്ലാത്തോണ്ട് പുറത്ത് ഞാൻ വേണ്ട നിൽക്കാൻ. ഈ പറയുന്ന ആരും കൊണ്ട് നിൽക്കുന്നില്ലല്ലോ. നല്ലത് എനിക്ക് പറ്റൂല. പക്ഷെ അതെനിക്ക് ഒത്തിരി സന്തോഷം. കാരണം എന്നെ മനസ്സിലാക്കില്ലല്ലോ.